കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഇതിലെ ഒരു ടോപ്പിക്കാണ് അറേസ് എന്ന് പറയുന്നത്. ഈ ഒരു ചാപ്റ്ററിൽ അറേസ് എന്താണെന്നും അതെന്തിനു ഉപയോഗിക്കുന്നു എന്നും എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് നമ്മൾ ഇവിടെ കുറേ ഇൻറ്റിജറായിട്ട് കുറേ വാരിയബിൾസ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഫ്ലോട്ടായിട്ട് ഒരു ABG എന്ന് പറയുന്നൊരു വാരിയബിളും ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഇത്രയധികം വാരിയബിൾ ഉപയോഗിക്കേണ്ടി വന്നത് അതിൻ്റെ ആവശ്യം ആ പ്രോഗ്രാമിൽ വന്നതുകൊണ്ടാണ്. അപ്പോൾ ഇതിൽ കൂടുതൽ ഇനി വാരിയബിൾ വേണമെങ്കിൽ നമുക്ക് ഇനിയും ഇൻറ്റിജർ ഇട്ട് കോമയിട്ട് കൊടുക്കണമായിരുന്നു. അപ്പോൾ അതൊരു നല്ലൊരു മെത്തേഡല്ല, പ്രോഗ്രാമിങ്ങിൻ്റെ കൺസെപ്റ്റിൽ നല്ലൊരു മെത്തേഡല്ല ഇത്രയധികം വാരിയബിൾസ് ഉപയോഗിച്ച് ചെയ്യുന്നത്. മെത്തേഡ് നല്ലതെന്നല്ല, അത് ഉപയോഗിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഒരുപാടാണ്. ഇത്രയും വേരിയബിൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതും അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാനുള്ള ചാൻസും എല്ലാം കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഇത്രയും വേരിയബിൾ ഉപയോഗിക്കുന്നതിന് പകരമായിട്ട് നമുക്ക് എളുപ്പത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അറേസ് എന്ന് പറയുന്നത്. അപ്പോൾ അറേ എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. അതിൻ്റെ ഡെഫിനിഷൻ ആദ്യം നോക്കാം. അറേ ഈസ് എ കളക്ഷൻ ഓഫ് എലമെൻറ്റ്സ് ഓഫ് സെയിം ടൈപ്പ് പ്ലേസ്ഡ് ഇൻ കണ്ടിന്യൂസ് മെമ്മറി ലൊക്കേഷൻ അണ്ടർ എ സിംഗിൾ വാരിയബിൾ നെയിം. ഒരു സിംഗിൾ വാരിയബിൾ നെയിം മാത്രമാണ് ഇതിന് ഉപയോഗിക്കേണ്ടതുള്ളൂ. നമ്മൾ നേരത്തെ ഒരുപാട് വാരിയബിൾ നെയിം ഉപയോഗിച്ചു, പക്ഷേ ഇവിടുത്തെ കേസിൽ ഒരു സിംഗിൾ വാരിയബിൾ നെയിം മാത്രം മതി. കളക്ഷൻ ഓഫ് എലമെൻറ്റ്സ് ഓഫ് സെയിം ടൈപ്പിലുള്ള എലമെൻറ്റ്സുകളെ ഉപയോഗിക്കാൻ വേണ്ടി മാത്രമാണ്. അതായത് ഇൻറ്റിജർ ആണെങ്കിൽ ഇൻറ്റിജർ ടൈപ്പ് മാത്രം, ഫ്ലോട്ട് ആണെങ്കിൽ ഫ്ലോട്ട് ടൈപ്പ് മാത്രം. അത് ലൊക്കേറ്റ് ചെയ്യുന്നത് ഇത്ര മാത്രമാണ്. കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു മെമ്മറി ലൊക്കേഷൻസിലായിരിക്കും ഈ അറേ വേരിയബിൾസിൽ വാല്യൂസൊക്കെ സ്റ്റോർ ചെയ്യപ്പെടുന്നത്. ഇതാണ് അറേയുടെ ഡെഫിനിഷൻ. ഇമ്പോർട്ടൻ്റ് ആണ് അറേയുടെ ഡെഫിനിഷൻ. അറേ ഈസ് എ കളക്ഷൻ ഓഫ് എലമെൻറ്റ്സ് ഓഫ് സെയിം ടൈപ്പ് പ്ലേസ്ഡ് ഇൻ കണ്ടിന്യൂസ് മെമ്മറി ലൊക്കേഷൻ അണ്ടർ എ സിംഗിൾ വാരിയബിൾ നെയിം. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉപയോഗിക്കുക എന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് വരും. അപ്പോൾ അതിനായിട്ട് ആദ്യം ഡിക്ലറേഷൻ ഓഫ് അറേസ് ആണ് ആദ്യം. അപ്പോൾ നോക്കാം. ഡാറ്റ ടൈപ്പ്, അറേ നെയിം, സൈസ്. ഇങ്ങനെ സാധാരണ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡാണ് ആദ്യം ഡാറ്റ ടൈപ്പ്, പിന്നീട് അറേ ആ ഒരു ഐഡൻറ്റിഫയറിൻ്റെ നെയിം. ഇവിടെ നമ്മൾ അറേ നെയിമായിട്ട് ഉപയോഗിക്കുന്നത് ഒരു ഐഡൻറ്റിഫയർ ആയിരിക്കണം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സൈസ്. അതിന് താഴെയായിട്ട് ഒരു എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നുണ്ട്. ഇൻറ്റ് നം ബ്രാക്കറ്റിൻ്റെ അകത്ത് 10 എന്ന് പറഞ്ഞിട്ട്. ഡാറ്റ ടൈപ്പ് ഏതാണെന്ന് നോക്കുക. ഇൻറ്റിജറാണ്. നം എന്ന് പറയുന്നതിൽ വേരിയബിളിന് ഇൻറ്റിജറാണ് ഉപയോഗിക്കുന്നത്. നം എന്ന് പറയുന്നത് അറേ നെയിമാണ്. അതിൻ്റെ സൈസ് 10 എലമെൻറ്റുകൾ ഉൾക്കൊള്ളുന്ന ഒരു ഇൻറ്റിജർ അറേ ആണ് നം എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊന്നുകൂടി ക്ലിയർ ആവാൻ വേണ്ടി നമുക്കൊരു പിക്ചർ റെപ്രസെൻറ്റേഷനിലൂടെ നോക്കാം. പിക്ചറിൽ ഈ പറഞ്ഞ 10 നമ്പറുകളെ, നം 10 എന്ന് പറയുന്ന 10 എലമെൻറ്റുകളെ എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക എന്ന് നമുക്കൊന്ന് നമ്മുടെ മെമ്മറിയിൽ അത് കൃത്യമായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം ഇവിടെ കാണിക്കുന്നത്. നം ഓഫ് 0, അതായത് ഫസ്റ്റ് എലമെൻറ്റിനെ നമ്മൾ കൊടുക്കുന്നത് നം ഓഫ് 0 എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. രണ്ടാമത്തത് നം ഓഫ് 1 എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത, അറേസിലെ വാല്യൂസ് കൊടുക്കുമ്പോൾ 0 എന്ന് സ്റ്റാർട്ട് ചെയ്യും. അത് എൻഡ് ചെയ്യുന്നത് 9-ലായിരിക്കും. അതായത് 10 എലമെൻറ്റുകളെ കാണിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന അത്രയും അധികം 10 വേരിയബിൾ ഉപയോഗിക്കുന്നതിന് പകരമായിട്ട് അറേ നെയിമായിട്ടുള്ള ഒരൊറ്റ നെയിമാണ് ഉപയോഗിക്കുന്നത്, നം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഓരോ എലമെൻറ്റുകളെയും തിരിച്ചറിയാൻ വേണ്ടി നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട്? ബ്രാക്കറ്റിൽ 0, 1 എന്ന് പറഞ്ഞ് വാല്യൂ കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ അതിനെ ആ ഒരു പൊസിഷൻ മനസ്സിലാക്കാൻ വേണ്ടി കൊടുക്കുന്നു. ഈ പൊസിഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ദ ഇൻഡെക്സ് ഓർ സബ്സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. ഇൻഡെക്സ് ഓർ സബ്സ്ക്രിപ്റ്റ്. The element in the array are stored sequentially. Any elements can be accessed by giving the array name and the element position. ഓരോ അറേനെയും നമ്മൾ എലമെൻറ്റ്സിലെയും ആക്സസ് ചെയ്യുക എന്ന് പറയുന്നത് ആ ഒരു അറേയുടെ നെയിം ഉപയോഗിക്കും. അതിൻ്റെ കൂടെ ആ ഒരു പൊസിഷൻ ഏതാണെന്ന് നോക്കും. ഇപ്പോൾ 6ാമത്തെ എലമെൻ്റ് ആണെങ്കിൽ നമ്മൾ വാല്യൂ നോക്കുക. നം ഓഫ് 0 മുതൽ 6ാമത്തെ എലമെൻറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ 6 വരെയുള്ള എലമെൻറ്റുകളിൽ നോക്കുക. ഫസ്റ്റ് എലമെൻറ്റ് 0 എന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് 6ാമത്തെ എലമെൻറ്റ് എന്ന് പറയുന്നത് നം ഓഫ് 5-ലുള്ളതായിരിക്കും. അങ്ങനെ നമുക്ക് ഓരോ എലമെൻറ്റുകളെയും ആക്സസ് ചെയ്യാം. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ ഇൻഡെക്സ് ഓർ സബ്സ്ക്രിപ്റ്റ് ഉപയോഗിച്ചാണ് ഓരോ അറേ എലമെൻറ്റുകളെയും നമ്മൾ ആക്സസ് ചെയ്യുന്നത്. അടുത്തതായിട്ട് ഒരു അറേ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മെമ്മറി അലോക്കേഷൻ എങ്ങനെയാണെന്നാണ് നോക്കേണ്ടത്. അതിൻ്റെ മെമ്മറി എത്ര എടുക്കുന്നുണ്ട്? അപ്പോൾ നമ്മളോട് ചെറിയൊരു എക്സാമ്പിൾ എടുക്കുക. ഇൻറ്റ് നം 5 എന്ന് പറയുന്നത് 5 എലമെൻറ്റുള്ള ഒരു ഇൻറ്റിജറായിട്ടുള്ള ഒരു അറേയാണിത്. അപ്പോൾ 5 എലമെൻറ്റുകളെ എങ്ങനെയായിരിക്കും അത് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക നോക്കുക. ഇവിടെ ഒരു പ്രത്യേകത കാണാൻ പറ്റും. നം ഓഫ് 0-ന് താഴെ 4 കോളം ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതെന്തായിരിക്കും? ഫസ്റ്റ് എലമെൻ്റാണ്. നം ഓഫ് 0 എന്ന് പറയുന്നത് നം ഓഫ് 5-ലുള്ള ഫസ്റ്റ് എലമെൻ്റാണ് നം ഓഫ് 0 എന്ന് പറയുന്നത്.
ഈ നം ഓഫ് സീറോയിൽ 4 കോളം ഇടാൻ കാരണം ഒരു എലമെൻറ്റ് ഇൻറ്റിജർ ആയതുകൊണ്ട് ഇത് 4 ബൈറ്റ്സ് ഓഫ് മെമ്മറിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഫസ്റ്റ് എലമെൻറ്റിന് വേണ്ടിയിട്ട് നം ഓഫ് സീറോ 4 ബൈറ്റ്സ് ഓഫ് മെമ്മറി ഉപയോഗിച്ചു. സെക്കൻഡ് എലമെൻറ്റിന് വേണ്ടിയിട്ടും 4 ബൈറ്റ്സ് ഓഫ് മെമ്മറിയാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. വീണ്ടും 4 ബൈറ്റ്സ് ഓഫ് മെമ്മറിയാണ് ഒരു എലമെൻറ്റിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെ 5 എലമെൻറ്റുകളെയും ഈ ഒരു രീതിയിലാണ് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. അതിൻ്റെ താഴെയായിട്ട് മെമ്മറി അഡ്രസ്സ് കാണിച്ചിട്ടുണ്ട്. 1000, 1002, 1003 എന്ന് പറഞ്ഞിട്ട് ഇവിടെയൊക്കെ മെമ്മറി അഡ്രസ്സ് കാണിച്ചിട്ടുണ്ട്. ഈ മെമ്മറി അഡ്രസ്സ് കൊടുത്തിരിക്കുന്നത് നോക്കുക, കണ്ടിന്യൂസ് മെമ്മറി ലൊക്കേഷൻസ് ആയിരിക്കും. അറേയുടെ ഡെഫിനിഷൻ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സപ്പോസ് 1000 ആണ് സ്റ്റാർട്ടിങ് എങ്കിൽ കണ്ടിന്യൂസ് ആയിട്ടായിരിക്കും മെമ്മറി അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഈ മെമ്മറി അലോക്കേഷൻ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞതുകൊണ്ട് തന്നെ നമുക്ക് അതൊന്ന് എത്ര ബൈറ്റ്സ് ഓഫ് മെമ്മറി ഉപയോഗിക്കുന്നുണ്ടെന്നൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ എങ്ങനെയായിരിക്കും, എത്ര ടോട്ടൽ ബൈറ്റ്സ് എത്രയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ആദ്യം എത്ര എലമെൻറ്റുകൾ നമ്മൾ ഒരു അറയിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ ചെറിയൊരു അറയിൽ നമ്മൾ ഉപയോഗിക്കുന്ന എലമെൻറ്റ്സുകളുടെ എണ്ണം 5 ആണ് അല്ലേ, 5. ഇനി ഏത് ടൈപ്പ് ഓഫ് അറയാണത്? അത് ഇൻറ്റിജർ ടൈപ്പാണ്. അപ്പോൾ ഒരു ഇൻറ്റിജർ ടൈപ്പിൽ എത്ര എടുക്കും? ഒരു ഇൻറ്റിജറിന് 4 ബൈറ്റ്സ് ഓഫ് മെമ്മറി ഉപയോഗിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ഇവിടെ 4 × 5 20 ബൈറ്റ്സ് ഓഫ് മെമ്മറിയാണ് നമ്മൾ എന്തിനു ഉപയോഗിക്കുന്നത്, ഈ ഒരു അറേയ്ക്ക് വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഇക്വേഷൻ രൂപത്തിൽ അത് പഠിക്കാൻ നമുക്ക് ടോട്ടൽ ബൈറ്റ്സ് ഇസ് ഈക്വൽ ടു സൈസ് ഓഫ് അറേ ടൈപ്പ് ഇൻറ്റു സൈസ് ഓഫ് അറേ. അറേയുടെ സൈസ് എത്രയാണെന്ന് നോക്കുക, അത് സൈസ് ഓഫ് അറേ ടൈപ്പ് ഏതാണെന്ന് നോക്കുക, അതായത് ഇൻറ്റിജർ ആണോ ഫ്ലോട്ട് ആണോ എന്നുള്ളത് നോക്കുക. എന്നിട്ട് അത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ ബൈറ്റ്സ് ഓഫ് മെമ്മറി കിട്ടും. അപ്പോൾ ഇവിടെ നോക്കി എക്സാമ്പിൾ എടുത്ത ഫ്ലോട്ട് A of 10 എന്നാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഫ്ലോട്ടിന് എത്ര ബൈറ്റ്സ് ഓഫ് മെമ്മറി ഉപയോഗിക്കും? 4 ബൈറ്റ്സ് ഓഫ് മെമ്മറി. 10 എലമെൻറ്റ്സും ഉണ്ട്. അപ്പോൾ ടോട്ടൽ 40 ബൈറ്റ്സ് ഓഫ് മെമ്മറിയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കേണ്ട ഒരു കാര്യം അറേ ഇനീഷ്യലൈസേഷനാണ്. അറേ ഇനീഷ്യലൈസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അറേ എലമെൻറ്റ്സിനെ ഇനീഷ്യലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, വാല്യൂ ഫസ്റ്റ് ടൈം ഒരു അറേയിലേക്ക് അസൈൻ ചെയ്യുന്നതിനെയാണ് ഇനീഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. അറേ എലമെൻറ്റ്സ് ക്യാൻ ബി ഇനീഷ്യലൈസ്ഡ് ഇൻ ദെയർ ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഇൻ ദ സെയിം മാനർ ആസ് ഇൻ ദ കേസ് ഓഫ് വേരിയബിൾ എക്സെപ്റ്റ് ദാറ്റ് ദ വാല്യൂ മസ്റ്റ് ബി ഇൻക്ലൂഡഡ് ഇൻ ബ്രേസസ് ആസ് ഷോൺ ഇൻ ദ ഫോളോയിങ് എക്സാമ്പിൾ. താഴെ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾ നോക്കുക. ഇൻറ്റ് സ്കോർ. ഇൻറ്റ് സ്കോറിൻ്റെ അകത്ത് നമ്മൾ ഒരു പ്രത്യേകത വേരിയബിൾ അല്ല, ഇത് അറേ ആയതുകൊണ്ട് തന്നെ ബ്രാക്കറ്റിൽ സൈസ് കൊടുത്തിരിക്കുന്നുണ്ട്, 5 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം 5 എലമെൻറ്റ്സ് ഉള്ള ഒരു സ്കോർ എന്ന് പറയുന്ന അറേയിൽ ഇൻറ്റിജർ ടൈപ്പാണ്. 5 എലമെൻറ്റുകളെ 98, 87, 92, 79, 85 എന്ന് പറഞ്ഞ് ബ്രാക്കറ്റിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ക്യാരക്ടറായിട്ട് നമ്മൾ ഇതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, എലമെൻറ്റ്സുകളെ കൊടുക്കാം. ക്യാരക്ടർ കൊടുക്കുമ്പോഴുള്ള പ്രത്യേകത എന്തായിരിക്കും, ക്യാരക്ടർ കൊടുക്കുമ്പോൾ അതൊക്കെ സിംഗിൾ കോട്ട്സിലായിരിക്കണം. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഫ്ലോട്ട് ആണെങ്കിലോ, ഫ്ലോട്ട് റിയൽ നമ്പേഴ്സ് ആയിരിക്കും അതിനകത്ത് യൂസ് ചെയ്തിരിക്കേണ്ടത്. അപ്പോൾ റിയൽ നമ്പേഴ്സ് നമുക്ക് എങ്ങനെ കൊടുക്കാം, ഇങ്ങനെ കോമയിട്ട് റിയൽ നമ്പേഴ്സും കൊടുക്കാം. എന്നിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, അവിടെ സെമിക്കോൾഡ് ഇടാം. ഇതാണ് ഒരു ഡയറക്റ്റായിട്ട് വാല്യൂസ് ഒരു അറേയിലേക്ക് കൊടുക്കാനുള്ള മെത്തേഡ്. ഇനി ഇവിടെ സൈസ് പറഞ്ഞു കൊടുക്കണമെന്ന് മസ്റ്റായിട്ടില്ല, നമുക്ക് ഈ ഒരു മെത്തേഡിലും കൊടുക്കാം. അതായത് സൈസ് പറഞ്ഞു കൊടുക്കാതെ 5 എലമെൻറ്റ്സ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് ഈ 5 എലമെൻറ്റ്സ് ഈ അറേയിലേക്ക് കൊടുക്കേണ്ട വാല്യൂസ് ആണ് എന്നാണ്. അപ്പോൾ ഡയറക്റ്റായിട്ട് നമ്മൾ കൊടുക്കണമെന്നില്ല, കൊടുക്കാതെയും നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിവിടെ എഴുതാം. പക്ഷേ ഡയറക്റ്റ് ഇനീഷ്യലൈസേഷനിൽ ഇത്രയും വാല്യൂസ് കറക്റ്റായിട്ട് കൊടുക്കുന്നതുകൊണ്ടാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ നം ഓഫ് 0ലേക്ക് ഫസ്റ്റ് എലമെൻറ്റ് 16 പോകും, നം ഓഫ് 1ലേക്ക് 12 പോകും, നം ഓഫ് 2ലേക്ക് 10 പോകും. അങ്ങനെ കൃത്യമായിട്ട് വാല്യൂ അസൈൻ ചെയ്തോളൂ. ഇതാണ് അറേ ഇനീഷ്യലൈസേഷൻ. അടുത്തതായിട്ട് ആക്സസിങ് എലമെൻറ്റ്സ് ഓഫ് അറേസ്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു അറേയിലേക്ക് എലമെൻറ്റ് ഡയറക്റ്റായിട്ട് നമുക്കിങ്ങനെ കൊടുത്തിട്ട് ബ്രാക്കറ്റിൻ്റെ അകത്ത് കൊടുത്തിട്ട് ആക്സസ് ചെയ്യാം. ഇനി അത് എല്ലായ്പ്പോഴും സാധ്യമല്ല. അപ്പോൾ അതായത് കുറേ അധികം വാല്യൂസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കുന്ന മെത്തേഡ് നല്ല മെത്തേഡല്ല. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ പഠിച്ചിട്ടുള്ള അപ്പോൾ ഒന്നിലധികം എലമെൻറ്റ്സുകളെ നമ്മൾ നേരത്തെയൊക്കെ പ്രിൻറ്റ് ചെയ്യാനും മറ്റൊക്കെ ഉപയോഗിച്ച ഒരു കാര്യമാണ്, അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് ഫോർ ലൂപ്പ് എന്ന് പറയുന്നത്. ഇവിടെ ഫോർ ലൂപ്പ് എങ്ങനെയാണ് അറേയിലേക്ക് എലമെൻറ്റ്സിനെ ആക്സസ് ചെയ്യുന്നതെന്ന് നോക്കാം. ആക്സസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് സീൻ എന്ന് പറയുന്ന കൺസെപ്റ്റ്. അപ്പോൾ ഇവിടെ നോക്കുക, 4 ഇൻറ്റിജർ ആയിട്ടുള്ളൊരു ഐ ഇന്ന് 0 സ്റ്റാർട്ട് ചെയ്തു, 5 വരെ പോകുന്നുണ്ട്. 5 വേണ്ട, 5 വരെ പോയാൽ മതി.
ഐ ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു. ജസ്റ്റ് ഇവിടെ സീൻ ചെയ്തിരിക്കുന്നത് സ്കോർ ഓഫ് 0 എന്നാണ്. അപ്പോൾ ഈ ലൂപ്പ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ആദ്യം ഐൻ്റെ വാല്യൂ 0 ആയിക്കഴിഞ്ഞു. 0<5 ആയതുകൊണ്ട് ഉള്ളിലേക്ക് വരും. ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ സ്കോർ ഓഫ് 0 എന്നാണ് ആദ്യമായിട്ട് നമ്മൾ എടുക്കുന്നത്. സ്കോർ ഓഫ് 0. സ്കോർ ഓഫ് 0യിലേക്ക് ആദ്യത്തെ എലമെൻറ്റ് നമുക്ക് കീബോർഡിൽ നിന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. രണ്ടാമത് ഐ വാല്യൂ 1 ഇൻക്രിമെൻറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് സ്കോർ എന്തായി മാറും? സ്കോർ 1 ആയിട്ട് മാറും. സ്കോർ ഓഫ് 1ലേക്ക് നമ്മൾ അടുത്ത എലമെൻറ്റ് ഇൻപുട്ട് ചെയ്ത് കൊടുക്കും. അങ്ങനെ നെക്സ്റ്റ് ഐൻ്റെ വാല്യൂ 2 ആയി മാറി. അപ്പോൾ നമ്മൾ സ്കോർ എന്ത് കൊടുക്കും? സ്കോർ ഓഫ് 2 എന്ന് കൊടുക്കും. ഇങ്ങനെ നമുക്ക് 4 സ്കോർ ഓഫ് 3 പോവും, സ്കോർ ഓഫ് 4 പോവും, സ്കോർ ഓഫ് 5 പോവില്ല. 5 ആകുമ്പോൾ പുറത്തേക്ക് പോകും. അപ്പോൾ ഇങ്ങനെയാണ് ഒരു അറേയിലേക്ക് എലമെൻറ്റ്സുകളെ ഇൻപുട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇങ്ങനെ നമുക്ക് എത്ര വേണമെങ്കിലും അത് അളവ് കൂട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ആ 5 മാറ്റി എത്രയാണോ നമുക്ക് ആക്സസ് ചെയ്യേണ്ട വാല്യൂസ് അത്രയും നമ്പർ ഓഫ് സൈസ് അവിടെ നമുക്ക് പറഞ്ഞു കൊടുക്കാം. ഈ ഒരു രീതിയിൽ ആക്സസ് ചെയ്യാം. ഇനി ഒരു ചെറിയ എക്സാമ്പിളിലൂടെ ഈ പറഞ്ഞ കാര്യത്തെ ഒന്ന് മനസ്സിലാക്കിയെടുക്കാൻ ശ്രമിക്കാം. നമുക്ക് 5 ഇവിടെ കൊടുത്തിരിക്കുന്നത് നോക്കുക. ടു ഇൻപുട്ട് ദ സ്കോർ ഓഫ് 5 സ്റ്റുഡൻറ്റ്സ് ആൻഡ് ഡിസ്പ്ലേ ദം ഇൻ റിവേഴ്സ് ഓർഡർ. റിവേഴ്സ് ഓർഡറിൽ ഇതിനെ ഒന്ന് പ്രിൻറ്റ് ചെയ്യിപ്പിക്കണം. അപ്പോൾ നമ്മൾ 5 എലമെൻറ്റ്സ് കൊടുക്കും. ആ 5 കൊടുക്കാൻ ഇപ്പോൾ നമ്മൾ പഠിച്ചു, സ്കോർ വെച്ചിട്ട് നമ്മൾ പഠിച്ചു. 5 എലമെൻറ്റ്സ് കൊടുത്തു കഴിഞ്ഞാൽ ആ 5 എലമെൻറ്റ്സ് റിവേഴ്സായിട്ട് നമ്മൾ പറഞ്ഞതിന് നേരെ ഓപ്പോസിറ്റായിട്ട് പ്രിൻറ്റ് ചെയ്യിപ്പിച്ച് കിട്ടണം നമുക്ക്. അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നോക്കുക, ഹാഷ് ഇൻക്ലൂഡ് ഐ ഒ സ്ട്രീം വ്യത്യാസമില്ല. യൂസിങ് നെയിം സ്പേസ് std അത് നമുക്കറിയാവുന്ന കാര്യമാണ്. ഇനി ഇൻറ്റു മെയിൻ ഇൻറ്റു ഐ സ്കോർ ഓഫ് 5 എന്നാണ് കൊടുത്തിരിക്കുന്നത്. സ്കോർ ഓഫ് 5 കൊടുത്തിട്ടുണ്ട്. അതായത് 5 എലമെൻറ്റ്സ് നമുക്ക് ഇതിൻ്റെ അകത്ത് ഉൾക്കൊള്ളാൻ പറ്റും. അതൊരു ഇൻറ്റിജർ ടൈപ്പാണെന്ന് നമ്മളവിടെ ഫസ്റ്റ് ലൈനിൽ കൊടുത്തു കഴിഞ്ഞു. ഇനി ഫോർ ലൂപ്പ് റീഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. ഫോർ ലൂപ്പ് ഇപ്പോൾ നോക്കിയ പോലെ തന്നെയാണ്. 5 എലമെൻറ്റ്സ് സ്കോർ എന്ന് പറയുന്ന അറേയിലേക്ക് 5 എലമെൻറ്റ്സിനെ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുന്നു. അപ്പോൾ ഫോർ ലൂപ്പ് 0 സ്റ്റാർട്ട് ചെയ്യും. ആദ്യം തന്നെ എൻ്റർ എ സ്കോർ എന്ന് ചോദിക്കും. ആ സ്കോർ നമ്മളപ്പോൾ എന്ത് ചെയ്യും? എൻ്റർ ചെയ്ത് കൊടുക്കും. ഇപ്പോൾ നമ്മൾ ആദ്യമായിട്ട് 55 എന്നുള്ള വാല്യൂ ആണ് കൊടുക്കുന്നതെന്ന് നോക്കുക. എക്സാമ്പിൾ. അപ്പോൾ 55 എന്ന് എൻ്റർ ചെയ്യും. വീണ്ടും ഐ ഇൻക്രിമെൻറ്റ് ചെയ്ത് 1 ആയി മാറും. സ്കോർ ഓഫ് 1 നോക്കും. അതിലേക്ക് നമ്മൾ 80 എന്നുള്ള പറയുന്ന വാല്യൂ ആണ് ഇൻപുട്ട് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു? 5 വാല്യൂസ് ഇവിടെ ഇൻപുട്ട് ചെയ്ത് കൊടുത്തു. ഈ ഇൻപുട്ട് കഴിഞ്ഞ് 5 വാല്യൂ ഇൻപുട്ട് ചെയ്ത് കഴിഞ്ഞ ശേഷം പ്രോഗ്രാം കൺട്രോൾ എങ്ങോട്ട് പോകും? തൊട്ട് താഴെയുള്ള ഫോർ ലൂപ്പിലേക്ക് പോകും. അതെന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് നോക്കുക, റിവേഴ്സ് ഓർഡറിൽ പ്രിൻറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ റിവേഴ്സ് ഓർഡറിൽ ഇതെങ്ങനെയാണ് പ്രിൻറ്റ് ചെയ്യുന്നത് നോക്കുക. റിവേഴ്സ് ഓർഡറിൽ പ്രിൻറ്റ് ചെയ്യുമ്പോൾ ഐ = 4. അതായത് നമ്മൾ സ്കോർ ഇപ്പോൾ നിൽക്കുന്നത് എവിടെയായിരിക്കും? സ്കോർ ഓഫ് 4ലാണ് നിൽക്കുന്നത് അല്ലേ? 4ാമത്തേലെത്തി 5ാമത്തെ എത്തുമ്പോൾ നമ്മൾ പുറത്തേക്ക് പോവുകയാണ് ചെയ്തിട്ടുള്ളത് അല്ലേ? അപ്പോൾ എന്ത് ചെയ്യും? ഇവിടെ ഐൻ്റെ വാല്യൂ 4ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 4ൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് സ്കോർ ഓഫ് 4ലുള്ള വാല്യൂ ആണ് നമുക്ക് പ്രിൻറ്റ് ചെയ്ത് വരേണ്ടത്. സ്കോർ ഓഫ് 4 എന്ന് പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തു? ഡബിൾ കോഡ്സിൽ സ്കോർ ഓഫ് 4 എന്നുള്ളത് പ്രിൻറ്റ് കൊടുത്തു. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. നമുക്കിവിടെ കിട്ടേണ്ടത് ഇവിടെ ഉള്ളൊരു കാര്യമാണ്. സ്കോർ ഓഫ് 4. സ്കോർ ഓഫ് 4ൽ എന്തായിരുന്നു? ഏറ്റവും ലാസ്റ്റ് കൊടുത്ത വാല്യൂ. നമ്മളിപ്പോൾ ഇവിടെ 92 കൊടുത്തതെങ്കിൽ നമ്മൾ ഏറ്റവും അവസാനം കൊടുത്ത വാല്യൂ ആണ് ഇവിടെ ആദ്യമായിട്ട് പ്രിൻറ്റ് ചെയ്ത് വരിക. സ്കോർ ഓഫ് 4. ഇനി അടുത്ത ഏതായിരിക്കണം? സ്കോർ ഓഫ് 3 അല്ലേ പ്രിൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യും? ഐ ഒന്ന് മൈനസ് ചെയ്തു. ഐ മൈനസ് ചെയ്തപ്പോൾ ഇവിടെ എന്തായി? ഐ മൈനസ് ചെയ്തപ്പോൾ നമുക്ക് 1 ഡിക്രിമെൻറ്റ് ചെയ്തു. 3 ആയില്ലേ? അപ്പോൾ സ്കോർ ഇവിടെ എന്തായി? സ്കോർ ഓഫ് 3 എന്നുള്ളത് പ്രിൻറ്റ് ചെയ്തു. അടുത്തതായിട്ട് സ്കോർ ഓഫ് അതിൻ്റെ വാല്യൂ ഒന്നുകൂടി ഡിക്രിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ 2 ആയി മാറി. അപ്പോൾ എന്തായി? സ്കോർ ഓഫ് 2 എന്ന് പ്രിൻറ്റ് ചെയ്തു. അങ്ങനെ നമുക്ക് എവിടം വരെ പോവും? സ്കോർ ഓഫ് 1 പ്രിൻറ്റ് ചെയ്തു. സ്കോർ ഓഫ് 1 പ്രിൻറ്റ് ചെയ്തു, ഡിക്രിമെൻറ്റ് ചെയ്തു. സ്കോർ ഓഫ് 0 ആയി. അപ്പോൾ വീണ്ടും സ്കോർ ഓഫ് 0 ആയിക്കഴിഞ്ഞാൽ ഇവിടെ സ്കോർ ഓഫ് 0 ഇവിടെ പ്രിൻറ്റ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ ഐ <0 എന്നാണ് കൊടുത്തിരിക്കുന്നത്. <0 എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? സ്കോർ ഓഫ് 0 പ്രിൻറ്റ് ചെയ്യും. പിന്നെയും ഡിക്രിമെൻറ്റ് ചെയ്യും. ഡിക്രിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നെഗറ്റീവ് വാല്യൂവിലേക്ക് പോകും. പക്ഷേ ഇവിടെ എന്തിട്ടുണ്ട്? ഐ <0 എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തുണ്ടാവില്ല? നമ്മൾ ഈ പറഞ്ഞ വാല്യൂ പിന്നെ മുന്നോട്ട് പോവില്ല. പ്രോഗ്രാം അവിടുന്ന് എക്സിറ്റ് ചെയ്തിട്ട് റിട്ടേൺ 0ലെത്തി പ്രോഗ്രാം ക്ലോസ് ചെയ്യും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് ഈ ഒരു രീതിയിലായിരിക്കും. നമ്മളിവിടെ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന ഈ ഒരു മെത്തേഡിലായിരിക്കും നമുക്ക് വാല്യൂസ് പ്രിൻറ്റ് ചെയ്ത് കിട്ടുക. ഇതൊരു ചെറിയൊരു പ്രോഗ്രാമാണ്.
നമുക്ക് ഇത് മനസ്സിലാക്കാൻ വേണ്ടി, അതായത് 5 എലമെൻറ്റ്സിനെ എങ്ങനെ ഇൻപുട്ട് ചെയ്യുന്നതെന്നും ആ 5 എലമെൻറ്റ്സിനെ നമുക്ക് എങ്ങനെയൊക്കെ ഉപയോഗിക്കാം എന്ന് കാണിക്കാൻ വേണ്ടി റിവേഴ്സ് ഓർഡറിൽ നമ്മളൊന്ന് പ്രിൻ്റ് ചെയ്യിപ്പിച്ചു എന്ന് മാത്രം. ഇത് ഡയറക്റ്റായിട്ട് പ്രിൻ്റ് ചെയ്യിപ്പിക്കണമായിരുന്നെങ്കിലോ അതിൻ്റെ വാല്യൂ 1 മുതൽ 5 വരെ കൊടുത്തു കഴിഞ്ഞാൽ സി ഔട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്തായി, 5 ആ വാല്യൂസ് അതേ ഓർഡറിൽ തന്നെ പ്രിൻ്റ് ചെയ്യിപ്പിക്കായിരുന്നു. ഇനി ഓരോ വാല്യൂസിനോടും ഒരു 10 എന്നുള്ള നമ്പർ ആഡ് ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്കിവിടെ സ്കോർ ഓഫ് ഐ എന്ന് കൊടുത്ത സ്ഥലത്ത് സ്കോർ ഓഫ് ഐ ഇസ് ഈക്വൽ ടു സ്കോർ ഓഫ് ഐ പ്ലസ് 10 എന്ന് കൊടുത്തിരുന്നെങ്കിൽ 10 എലമെൻറ്റുകളെ ആഡ് ചെയ്തിട്ട് നമുക്കിവിടെ പ്രിൻ്റ് ചെയ്യിപ്പിക്കാമായിരുന്നു. ഈ 5 എലമെൻറ്റ്സിനോട് കൂടി 10 എന്നുള്ള വാല്യൂ ആഡ് ചെയ്തിട്ട് നമുക്കിവിടെ പ്രിൻ്റ് ചെയ്യിപ്പിക്കാമായിരുന്നു. ഇപ്പോൾ ഇതേപോലെ നമുക്ക് പ്രോഗ്രാമുകളെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റി എഴുതാം. ഈ ഒരു അറേ എന്ന് പറയുന്ന കൺസെപ്റ്റ് എങ്ങനെ ഉപയോഗിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. വീണ്ടും ഒരു ചെറിയൊരു അറേയിലേക്ക് വരികയാണ്. നമ്മുടെ ട്രാവേഴ്സൽ ഓഫ് എൻ അറേ. ഇതൊരു നല്ലൊരു കൺസെപ്റ്റാണ് ട്രാവേഴ്സൽ എന്ന് പറയുന്നത്. ട്രാവേഴ്സൽ എന്താണെന്നും അതിൻ്റെ കൃത്യമായ കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കണം. ട്രാവേഴ്സൽ എന്ന് ഉദ്ദേശിക്കുന്നത് ഓരോ അറേ എലമെൻറ്റുകളെയും നമ്മൾ കയറി കാണുക. അപ്പോൾ 1ാമത്തെ എലമെൻറ്റ് മുതൽ 10 എലമെൻറ്റ് വരെയാണ്. 10 എലമെൻറ്റിലും നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും പോയി ഉപയോഗിക്കുക എന്നുള്ളതാണ് അറേ. ഓരോ പ്രാവശ്യം ചെന്ന് അന്വേഷിച്ച് അടുത്ത അവസാനം വരെയുള്ള എലമെൻറ്റുകളിൽ പോവുക. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ ട്രാവേഴ്സൽ എന്ന് ട്രാവൽ ചെയ്യുക, ഓരോ അറേ എലമെൻറ്റിലൂടെയും ട്രാവൽ ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടി ചെറിയൊരു എക്സാമ്പിളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. എൻ്റർ ദ എലമെൻറ്റ്സ് ഓഫ് എൻ അറേ. അപ്പോൾ നമ്മളിവിടെ 5 എലമെൻറ്റ്സുകളെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻപുട്ട് ചെയ്തിട്ടുണ്ട്. 5 എലമെൻറ്റുകളെ ഇൻപുട്ട് ചെയ്തു. ഇനി ആ 5 എലമെൻറ്റിൻ്റെ കൂടെയും നമ്മൾ തൊട്ട് താഴത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കുക. 5 എലമെൻറ്റിൻ്റെ കൂടെയും 1 എന്നുള്ള വാല്യൂ വെറുതെ ആഡ് ചെയ്ത് കൊടുത്തു. 5 എലമെൻറ്റിനോട് കൂടിയും. അപ്പോൾ ആദ്യത്തിൽ 5 എലമെൻറ്റ് എൻ്റർ ചെയ്ത് കഴിഞ്ഞോടെ സെക്കൻഡ് സ്റ്റെപ്പിൻ്റെ അകത്ത് വന്നിട്ട് 5 എലമെൻറ്റ്സിൻ്റെ കൂടെ 1 എന്നുള്ള വാല്യൂ ആഡ് ചെയ്ത് കൊടുത്തു. നൗ ദ എലമെൻറ്റ്സ് ഓഫ് ദ വാല്യൂസ് ഇൻ ദ അറേ. അപ്പോൾ എങ്ങനെയാണ് അത് പ്രിൻ്റ് ചെയ്ത് വരിക നോക്കണം. അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റേറ്റ്മെൻറ്റിലേക്ക് ഒന്ന് പോയി നോക്കാം. 5 എലമെൻറ്റ്സിനെ എടുക്കുക. ആ 5 എലമെൻറ്റ്സിൻ്റെ കൂടെയും 1 പ്ലസ് ചെയ്തിട്ടായിരിക്കും എ ഓഫ് ഐ ഇവിടെ പ്രിൻ്റ് ചെയ്ത് വരിക. അപ്പോൾ നോക്കിയേ, നമ്മൾ 12 എന്നാണ് കൊടുത്തിരുന്നെങ്കിൽ 13 പ്രിൻ്റ് ചെയ്യും. 3 എന്നാണ് കൊടുത്തിരുന്നെങ്കിൽ 4 എന്ന് പ്രിൻ്റ് ചെയ്യും. 6 ആണ് കൊടുത്തതെങ്കിൽ 7 എന്ന് പ്രിൻ്റ് ചെയ്യും. 1 ആണ് കൊടുത്തതെങ്കിൽ 2 എന്ന് പ്രിൻ്റ് ചെയ്യും. 8 ആണ് കൊടുത്തതെങ്കിൽ 9 എന്ന് പ്രിൻ്റ് ചെയ്യും. ഇങ്ങനെ ഓരോ എലമെൻറ്റ്സിലെയും ചെന്നിട്ട് അതിനോട് കൂടി 1 കൊടുത്ത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എലമെൻറ്റ്സിനെ പോയി നമ്മൾ എടുക്കുക. ആ എലമെൻറ്റ്സ് കൃത്യമായി എടുക്കാൻ നമുക്ക് പറയാം. ഓരോ സബ്സ്ക്രിപ്റ്റ് ഏതാണെന്ന് നോക്കുക, അല്ലെങ്കിൽ ഇൻഡെക്സ് ഏതാണെന്ന് നോക്കുക. ആ ഇൻഡെക്സ് നോക്കി നമ്മൾ ആക്സസ് ചെയ്യും. ആ ആക്സസ് ചെയ്ത വാല്യൂവിനോട് കൂടി +1 എന്ന് ആഡ് ചെയ്ത് കൊടുത്തപ്പോൾ 1 ആഡ് ചെയ്ത് വന്നു. അതുപോലെ നമുക്ക് എത്ര വാല്യൂ വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഓരോ എലമെൻറ്റിലും ചെന്ന് ആ എലമെൻറ്റിനെ ഒരു പ്രാവശ്യമെങ്കിലും യൂസ് ചെയ്ത്, അല്ലെ ആ ഒരു എലമെൻറ്റിലേക്ക് ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ട്രാവൽ ചെയ്ത് പോകുമ്പോൾ അതിനെയാണ് നമ്മൾ ട്രാവേഴ്സൽ ഓഫ് ആൻ അറേ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇത്രയുമാണ് ഈ ഒരു അറേ എന്നുള്ളതിനെക്കുറിച്ച് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്.